വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. നമ്മൾ 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 4ാമത്തെ ചാപ്റ്ററിൻ്റെ 2ാമത്തെ പാർട്ടാവും നിങ്ങൾ ഇന്നിടുന്നത്. പിന്നെ അരിത്മെറ്റിക് ഓഫ് പാർട്സ് എന്നാണ്, അതായത് ഭാഗക്കണക്കുകൾ. 1ാമത്തെ പാർട്സ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, കയറി കണ്ടായിരുന്നോ? അതായത് നമുക്ക് അതിങ്ങനെ പാർട്സ് എന്നല്ല നിങ്ങൾ, അരിത്മെറ്റിക് ഓഫ് പാർട്സ് എന്ന് വെച്ചാൽ ഭാഗക്കണക്കുകൾ എന്നാണ്. അപ്പോൾ ഭാഗിക്കുന്നത് 1/2 എന്ന് വെച്ചാൽ വരയ്ക്ക് മുകളിൽ കിടക്കുന്നതിന് ന്യൂമറേറ്റർ, വരയ്ക്ക് താഴെ കിടക്കുന്നത് ഡിനോമിനേറ്റർ. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞതാണ്. അത് നിങ്ങൾ കയറി കാണണേ കുഞ്ഞുങ്ങളെ. നമ്മളിപ്പോൾ ഒരു കാര്യം ഒരാൾ പറഞ്ഞു എന്ന് കരുതി മനസ്സിലാവത്തില്ല. കണക്ക് ചെയ്തത് കണ്ട് തന്നെ കാണണം, എന്നിട്ടത് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഒരാൾ പറഞ്ഞു, ഇപ്പോൾ ഒരെണ്ണം കൂടെ ഞാൻ പറയാം കുഞ്ഞുങ്ങളെ. ഇതൊരു വൃത്തമാണ് അല്ലേ, വൃത്തം. അതിനകത്ത് നോക്കിക്കേ, ഈ വൃത്തം മൊത്തം എത്ര പാർട്സ് ഉണ്ടെന്നാണ് താഴെ കൊടുക്കേണ്ടത്. വരയ്ക്ക് താഴെ എന്താ കൊടുക്കേണ്ടത്, മൊത്തം എത്ര എണ്ണം ഉണ്ടെന്ന്. ഇവിടെ നോക്കിയേ, മൊത്തം 8 എണ്ണം ഉണ്ടല്ലേ. ആ 8 ഈ താഴെ കൊടുത്തിരിക്കുന്നത്. എത്രനാണോ നമ്മൾ കളർ കൊടുത്തത്, ഇവിടെ ബ്ലൂ ഒന്നും കൊടുത്തിട്ടുണ്ട്, റെഡ് ഒന്നും കൊടുത്തിട്ടുണ്ട്. അപ്പം ബ്ലൂ എത്രയാണെന്ന് ചോദിച്ചാൽ 1, റെഡ് എത്രയാണെന്ന് ചോദിച്ചാൽ 1. അപ്പം രണ്ടും കൂടി കൂട്ടുമ്പോൾ 2/8 എന്ന് വരുന്നു. ഈ 2/8 വീണ്ടും ചെറുതാക്കാൻ പറ്റുമോ? 2ഉം 8ഉം 2ൻ്റെ ടേബിളിൽ വരുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്, 1 2 2 4 2 ഇട്ട് 1/4 എന്ന് കിട്ടും. അങ്ങനെ നമ്മൾ കുറേ കണക്കുകൾ അതിനകത്തിലും ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 എടുത്ത് കണ്ടതിന് ശേഷമേ നിങ്ങൾ പാർട്ട് 2 കയറി കാണാൻ വേഗം നിങ്ങൾ കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്തുവാണെന്ന് നമ്മൾ വിശദമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ടെസ്റ്റിലെ എക്സർസൈസ് ക്വസ്റ്റ്യൻ ആണ് കണ്ടോ. ഇതെല്ലാം നമുക്ക് കിട്ടിയതാണ്. ഒരെണ്ണം കൂടെ ലാസ്റ്റിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ നിങ്ങളെ, ഇതൊരു സ്ക്വയറിൻ്റെ കണ്ടോ. സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമചതുരമാണ്. സമചതുരത്തിൽ നോക്കിക്കേ, ഗ്രീൻ കളർ കൊടുത്തേക്കുന്ന 1 2 3 4 5 6 7 ആണ്. അപ്പം മൊത്തം കോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം നോക്കി 1 2 3 4 അങ്ങനെ മൊത്തം 16 എണ്ണമാണ്. അപ്പം നമ്മൾ താഴെ എഴുതേണ്ടത് എത്രയാണ്, 16 അല്ലെങ്കിൽ 16 ആണ്. ആ 16ൽ 7 എണ്ണം എന്താണ്, പച്ചയാണ്. ബാക്കി 1 2 3 4 5 എണ്ണം എന്താ, യെല്ലോ ആണ്. 16ൽ 7 എണ്ണം ഗ്രീനാണ്, 16ൽ 5 എണ്ണം യെല്ലോ ആവും നിങ്ങളെ. അപ്പം മൊത്തം കൂടെ കൂട്ടുമ്പോൾ എത്ര, 7 5 12/16 ആണ്. ഈ 12/16 നമുക്ക് കുറച്ചുകൂടി ചെറുതാക്കാൻ പറ്റും. നിങ്ങൾ ഈ ചെറുതാക്കുമ്പോൾ നല്ലപോലെ നോക്കണേ. അറിയാൻ വയ്യാന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി വെച്ച് ഏറ്റവും ലാസ്റ്റിൽ കേട്ടോ, ഏറ്റവും ലാസ്റ്റ് നോക്കൂ നിങ്ങളെ. ഇത് പ്രൈം നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് മാറ്റണം. പ്രൈം അല്ല. ഇപ്പം നോക്കി 3ഉം 4ഉം ഒരേ ടേബിളിൽ വരുന്നുണ്ടോ നോക്കുക. 3ഉം 4ഉം കൂടെ ഒരേ ടേബിളിൽ വരുന്നുണ്ടോ? ഇല്ല. 3 3യുടെ ടേബിളും 4 4ൻ്റെ ടേബിളിൽ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ അങ്ങ് നിർത്തുക എന്നുണ്ടോ കേട്ടോ. അത്രയും കണക്കുകളായിരുന്നു നമ്മൾ ഇതുവരെ ചെയ്തത്. ഇനി നമുക്ക് പാർട്ട് 2 നോക്കാം. അതായത് ചുരുക്കം പറഞ്ഞാൽ എന്തുവാണെന്നറിയോ? ചുരുക്കം പറഞ്ഞാൽ എന്തുവാ നോക്കിക്കേ, പാർട്ട് 2. ഇനി നമ്മൾ ഭിന്ന സങ്കലനം എന്നാവും നിങ്ങളെ പഠിക്കുന്നത്. എന്താണ് ഭിന്ന സങ്കലനം? അതായത് ഇതുവരെ പഠിച്ചത് വെച്ചിട്ടേ ഞാൻ ഒന്നും കൂടി ഒന്ന് പറയാം. അഥവാ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ നോക്കൂ നിങ്ങളെ. ഇപ്പം നമ്മൾ ചെയ്ത രീതി വെച്ച് പടമൊന്നുമില്ലാതെ ഞാൻ റഫായിട്ട് പറയുവാന്നേ. ഇപ്പം 2/4 പ്ലസ് 1/4 എന്ന് നമ്മുടെ ചോദ്യം. അതായത് 4ൽ 2 ഭാഗം ഏതെങ്കിലും ഒരു കളറായിക്കോട്ടെ, 4ൽ 1 ഭാഗം ഏതെങ്കിലും ഒരു കളറായിക്കോട്ടെ കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ്, ഇവിടെ 2 എണ്ണവും അതായത് വരയ്ക്ക് താഴെ, അതായത് ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം ഒരുപോലെ ആണെങ്കിൽ അത് അതുപോലെ അങ്ങ് എഴുതി വെച്ചാൽ മതി. നിങ്ങൾ അതിനെ കൂട്ടല്ലേ കേട്ടോ. ഒരുപോലെ ആണെങ്കിൽ അത് അതുപോലെ എഴുതി വെക്കുക. 4 എന്നിട്ട് മുകളിൽ തന്നിരിക്കുന്ന നമ്മളോട് എന്താണോ ചെയ്യാൻ പറഞ്ഞത്, ഇവിടെ കുറയ്ക്കാനാണെങ്കിൽ കുറച്ച് വെക്കുക, കൂട്ടാനാണെങ്കിൽ കൂട്ടി വെക്കുക. അത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇവിടെ നമ്മളോട് കുറയ്ക്കാനല്ലേ പറഞ്ഞത്, കൂട്ടാനല്ലേ പറഞ്ഞത്, അത് ആഡ് ചെയ്യാനല്ലേ. അപ്പോൾ 2 1 3 നിങ്ങൾ ഇത്രയും മാത്രം ചെയ്താൽ മതി. ഇനി ഇതിനെ ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ചെറുതാക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട. ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ ചെയ്യണ്ട. ഇവിടെ പറ്റത്തില്ല കുഞ്ഞുങ്ങളെ, കാരണം 3ഉം 4ഉം ഒരേ ടേബിളിൽ വരത്തില്ല. ഒരെണ്ണം കൂടെ ഞാൻ പറയാം കുഞ്ഞുങ്ങളെ. ഇപ്പം 6/10 പ്ലസ് 2/10 നല്ലപോലെ നോക്കണേ. ഇവിടെ താഴത്തെ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം എന്ന് പറയുന്നത് എന്താണ്, ഒരേ സംഖ്യ ആയതുകൊണ്ട് നമ്മൾ അതുപോലെ അങ്ങ് എഴുതി വെക്കുക. 10 6ഉം 2ഉം കൂടി കൂട്ടുക. എത്ര, 8. നോക്കിക്കുക, 8/10 ഏതെങ്കിലും ടേബിളിൽ വരുന്നുണ്ടോ? ഉണ്ട്. ഏതാ കുഞ്ഞുങ്ങളെ, 2ൻ്റെ. ഇനി അതല്ല നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഇതിൻ്റെ പകുതി എത്ര നോക്കിയാൽ മതി. 8ൻ്റെ പകുതി എത്ര കുഞ്ഞുങ്ങളെ? 8ൻ്റെ പകുതി 4 ആണ് അല്ലേ. 10ൻ്റെ പകുതി എത്ര? 10 5 ആണ്. ഇനി 5ൻ്റെ പകുതി ആകുമ്പം 2.5 വരും. നിങ്ങൾ അങ്ങ് നിർത്തിയേച്ചാൽ മതി, അത്രയും മതി കേട്ടോ. 4/5 എന്ന് കിട്ടും. ഒരു ഓഡ് നമ്പറും ഒരു ഈവൻ നമ്പറും ആയിരിക്കും കേട്ടോ.
അതൊക്കെ പറയാനെങ്കിൽ ഒത്തിരി ഉണ്ട്. നമുക്ക് അത്രയും അതിനെ കാരണം 5 വരുമ്പോൾ 2.5 വരും അല്ലേ, 4 വരുമ്പോൾ 2 2.5 വരും. അരക്കണക്കൊന്നും നിങ്ങൾക്ക് വേണ്ട, ഹാഫിൻ്റെ ഒന്നും വേണ്ട, ഇവിടെ കൊണ്ടങ്ങ് നിർത്തിയാൽ ഇപ്പോൾ പിടികിട്ടിയോ? ഇതാണ് നമ്മൾ ഇതുവരെ ചെയ്ത രീതി വെച്ച് ചെയ്താൽ. ഞാനിപ്പോൾ പറയാം ഇത്രയേ ഉള്ളൂ സംഭവം. ഒന്ന് എങ്ങനെയും ഒക്കെ ഇരുന്നോട്ടെ. ഇപ്പോൾ ഇങ്ങനൊരു പടം വരയ്ക്കുക, ഇതിൻ്റെതാണ് ഇത്രയും ഭാഗം നമ്മൾ ഇതുവരെ ചെയ്ത രീതി വെച്ച് ഇത് 8 എണ്ണം ഉണ്ടെന്ന് അങ്ങ് വിചാരിച്ചോ കേട്ടോ. ഇനി അതിന് ഷേപ്പൊന്നും നോക്കണ്ട. ഇത് മൊത്തം 8 എണ്ണം, 1 2 3 4 5 6 7 8 8 എണ്ണത്തിൽ 2 എണ്ണത്തിനാണ് ഞാൻ ഷെയ്ഡ് കളർ കൊടുത്തത്. പച്ചയോ മഞ്ഞയോ നീലോ ഏതെങ്കിലും ആയിക്കോട്ടെ. അതിൻ്റെ കൂടെ ഞാൻ വീണ്ടും ഒരു 8 എണ്ണം വരച്ചിരിക്കുക. ഞാൻ ഇവിടെ ഇവിടെ ഒരു 2 എണ്ണത്തിന് കളർ കൊടുത്തിരിക്കുന്നു. ഇതുവരെ പഠിച്ചതിൻ്റെ ഒരു ചെറിയ ഇത് പറയുവാണ്. ഇതും നിങ്ങളെ ഇത് 8ൽ എത്ര 2 എണ്ണം, മനസ്സിലായോ? അപ്പോൾ ഇത് രണ്ടും കൂടി ഇതൂടെ കൂട്ടുമ്പോൾ എത്രയാണെന്നുള്ള ഒരു ഇത് ഒന്ന് അറിഞ്ഞാൽ മതി. 2/8 ആണ് ആദ്യത്തേത്, രണ്ടാമത്തേത് 2/8 ആണ്. 2/8 2/8 അപ്പോൾ എത്ര? ഇത് രണ്ടും ഒരേപോലെയല്ലേ, അത്രയൊന്നും അറിഞ്ഞാൽ മതി. ഇത് രണ്ടും ഒരേപോലെ ആയതുകൊണ്ട് അത് അതുപോലെ എഴുതി വെക്കുക. 2 2 4. ഇനി നോക്കി അതിനെ നമുക്ക് ചെറുതാക്കാൻ പറ്റുമോ? അത്ര അറിഞ്ഞാൽ മതി. ചെറുതാക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ കൊണ്ടങ്ങ് നിർത്തുക. എൻ്റെ സൗണ്ട് എനിക്ക് തന്നെ അങ്ങ് ചെറുത്തേട് വരുന്നത് കേട്ടോ. ഈ പനി മാറുന്നില്ല കുഞ്ഞുങ്ങളെ, ഇത് എന്നെ കൊണ്ടേ പോകുന്നു എന്ന് വെച്ചാൽ എത്ര നാളുകൊണ്ട് ഇത് ഇങ്ങനെ തങ്ങി നിൽക്കുകയെന്നറിയാം. ഇതെല്ലാം മരുന്ന് കഴിച്ചിട്ടും തൊണ്ട അങ്ങോട്ട് ശരിയാവുന്നില്ല. അപ്പം നോക്കി കുഞ്ഞുങ്ങളെ 4/8 എന്നാണ്, 4/8 എന്നാണ്, അല്ലെങ്കിൽ 8ൽ 4 എന്നാണ് നമുക്ക് കിട്ടിയത്. ഇത് ഏതെങ്കിലും ടേബിളിൽ വരുന്നുണ്ടോ? ഒറ്റയടിക്ക് ചിലപ്പം നല്ല തലമണ്ടയുള്ള പിള്ളേർക്ക് പറയാം 4ൻ്റെ ടേബിളിൽ വരത്തില്ലേ, ഇല്ലയോ? 4ൻ്റെ ടേബിളിൽ വരും, അല്ലെങ്കിൽ 2ൻ്റെ ടേബിൾ. ഇനി അതും അറിയത്തില്ലെങ്കിൽ പകുതി വെച്ച് അങ്ങ് എഴുതിയാലും മതി. പകുതി വെച്ച് ചെയ്യുന്നവർക്ക് എങ്ങനെ എഴുതാം കുഞ്ഞുങ്ങളെ? 4ൻ്റെ പകുതി 2, 8ൻ്റെ പകുതി എത്ര 4 അല്ലേ, 2ൻ്റെ പകുതി 1, 4ൻ്റെ പകുതി 2, ഇങ്ങനെ ചെയ്യാം. ഇനി അതല്ല പെട്ടെന്ന് മനസ്സിലാവുന്നവർക്ക് 4 അല്ലേ, 4നകത്തിൽ 1 4 4 2 4 8 എന്ന് വേണേ പറയാം. ഇതറിയത്തില്ല ഏത് രീതി വേണോലും അത് അവനവൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് അങ്ങ് എഴുതുക എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ഇതുവരെ ചെയ്ത കണക്കിനകത്തിലെ ഒരു ഷോർട്ട് ഫോം പറഞ്ഞ ഫസ്റ്റ് പാർട്ട്. ഇത്ര ഓക്കെയാണോ നിങ്ങൾ? അതായത് നമുക്ക് തന്നിരിക്കുന്ന ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ, നമുക്ക് തന്ന ഡിനോമിനേറ്റർ ഒരുപോലെയാണെങ്കിൽ നമ്മൾ അതുപോലെ എഴുതിയിട്ട് മൂളിൽ തന്ന 2നെയും കൂടെ കൂട്ടി വെക്കുക എന്ന് മാത്രമേ നമ്മൾ ഇതുവരെ പഠിച്ചുള്ളൂ. നിങ്ങളെ അല്ലാതെ വേറെ ഒന്നും പഠിച്ചിട്ടില്ല. അത് പിന്നെ പല പടത്തിലും പല രൂപത്തിലും ഒക്കെ നമ്മൾ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ പഠിക്കുന്നത് ഭിന്ന സങ്കലനത്തിനെ കുറിച്ചാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ? നോക്കാം. പാർട്ട് 2ലാണ്. ഓക്കെ, ഒരു വട്ടം മീൻസ് ഒരു വൃത്തം അല്ലെ ഒരു സർക്കിള്, അതിനെ 4 സമഭാഗങ്ങളാക്കി. നിങ്ങളെ അതിനെ 4 സമഭാഗങ്ങളാക്കി നമുക്കാക്കാമല്ലോ. ഒരു വൃത്തത്തെ കണ്ടിത് പുസ്തകത്തിൽ വരയ്ക്കരുത്, എന്നാലും ഞാനങ്ങ് മായ്ച്ച് കളഞ്ഞേക്കാം. നോക്കൂ നിങ്ങളെ, ഇതൊരു വൃത്തം. ഈ വൃത്തത്തെ തുല്യമായിട്ട് നമുക്ക് 4ആയിട്ട് അങ്ങ് നല്ലപോലെ മനസ്സിലാക്കണേ. ഈ വൃത്തത്തെ നമ്മളതാണ് 4ആയിട്ട് തുല്യമായിട്ട് 4ആയിട്ട് അങ്ങ് മുറിച്ചു. നോക്കിയേ, അതിൻ്റെ 2 ഇപ്പം എങ്ങനെ എഴുതാം നമുക്ക്? മൊത്തം എത്ര ആണോ അത് താഴെ കൊടുക്കുക അല്ലേ. മൊത്തം 4ആയിട്ടല്ലേ മുറിച്ചത്, അത് താഴെ. അതിൽ ഒരു ഭാഗമല്ലേ ഇതും നിങ്ങളെ അതിലൊരു ഭാഗമല്ലേ. ഇതും 4ൽ ഒരു ഭാഗമല്ലേ, ഇതും 4ൽ ഒരു. ഈ 4 വന്ന എന്തുകൊണ്ട്, എങ്ങനെയാണ് ഈ 4 വന്നതെന്ന് പറഞ്ഞേ. അറിയാമോ നിങ്ങൾ എങ്ങനെയാ? നമ്മൾ 4ആയിട്ടാണ് ഇതിനെ മുറിച്ചത്. ആ 4ആണ് ഈ 4 കേട്ടോ. അതിലൊരു ഭാഗം ഒരു ഭാഗം ഒരു ഭാഗം ഒരു ഭാഗം. ഓക്കെ ആണോ? ഇനി അതിൽ നോക്കിയേ 1 2 നോക്കണേ കുഞ്ഞുങ്ങൾ, നല്ലപോലെ നോക്കണേ. അതിൽ നോക്കിയേ ഇവിടെ ഇത് നോക്കിയേ 4ൽ ഒരു ഭാഗമാണ്, ഇത് 4ൽ ഒരു ഭാഗമാണ്. അല്ലാതെ നമ്മൾ പറയുകയാണെങ്കിൽ ഇതെന്താ കുഞ്ഞുങ്ങളെ? ഇത് പകുതിയല്ലേ, ആ വൃത്തത്തിൻ്റെ പകുതിയല്ലേ കുഞ്ഞുങ്ങളെ. ഇവിടെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ആ വൃത്തം ഫുള്ളാവത്തില്ലയോ? ഇല്ലയോ? അപ്പം നമ്മൾ ഇതിനെ മൊത്തത്തിൽ വേണേൽ നമുക്ക് എന്ത് പറയാം? ഇതിൻ്റെ പകുതിയാണ് എന്ന് വെച്ചാൽ ഹാഫാണ്. ഇത് ചിന്തിച്ച് വേണേ കുഞ്ഞുങ്ങളെ പഠിക്കാൻ. നമ്മൾ ഈ കണക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. ഒരു വൃത്തത്തിൻ്റെ 4ൽ 1 4ൽ 1 കാരണം ഇവർ 4 സമഭാഗങ്ങളാക്കിയെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ 4ൽ 1 വന്നത്. അല്ലാതെ നമ്മൾ നോക്കുമ്പോൾ ഇതെന്താ? ഒരു വൃത്തത്തിൻ്റെ പകുതിയല്ലേ. ഈ പകുതി എന്ന് വെച്ചാൽ 1/2 അല്ലേ കുഞ്ഞുങ്ങളെ, മനസ്സിലാക്കണേ. ഇനി ഒരു കഷ്ണം കൂടി അതിലോട്ട് ചേർത്ത് വെച്ചാലോ? അപ്പം ഇത് 1/4 ആയിരുന്നു. കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? പേന വെച്ച് പുസ്തകത്തിൽ വരച്ചുകൂടാ, അതുകൊണ്ടാണ് ഞാൻ പേന വെച്ച് കാണിക്കാത്തത്. ബുക്കിലോട്ട് ഇത് മാറ്റി എഴുതുമ്പോൾ ഈ പടം ഞാൻ ഇനി അതിലും വരയ്ക്കണം, അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് കാണാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് 1/4, ഇത് 1/4, അപ്പം ഇതും 1/4 അല്ലേ. അപ്പം നമ്മൾ പറഞ്ഞു ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്താണെന്നാണ് പറഞ്ഞത്? ഹാഫ് അല്ലേ, അരയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ കുഞ്ഞുങ്ങളെ. അപ്പോൾ അതിൻ്റെ കൂടെ എന്തോ ചെയ്തു? ഇവിടെ ഒരു 1/4 കൂടി കിടപ്പുണ്ട്. ഇപ്പം മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാം? അല്ലെങ്കിൽ എങ്ങനെ പറയാം കുഞ്ഞുങ്ങളാടെ? മൊത്തത്തിൽ അങ്ങ് പറയാം. അപ്പം ഞാനിത് എഴുതിയ പേപ്പർ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ നോക്കണേ,
നമ്മളിപ്പോൾ ആ ചെയ്ത രീതി വെച്ച് നോക്കിയോ നിങ്ങളെ, അതായത് ഒരു വൃത്തത്തിൻ്റെ 1/4 + 1/4 അല്ലേ, ഒരു 4 ഭാഗവും കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2/4 അല്ലേ കുഞ്ഞുങ്ങളെ കിട്ടിയത്. ഈ 2/4 എന്ന് വെച്ചാൽ എന്താ കഴിഞ്ഞാൽ എന്താ 2/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ, ഈ 2ഉം 4ഉം 2ൻ്റെ ടേബിളിൽ പറ്റും, 1 2 2 2 2 4 എന്ന് നമുക്കറിയാം. അപ്പോൾ എന്താ അത് ഹാഫ് ആവത്തില്ലേ, ഇല്ലയോ? അങ്ങനെ അവർ പറഞ്ഞത്. ഇനി അതിൻ്റെ കൂടെ ഒരു നോക്കിയേ 1/4ൻ്റെ കൂടെ ഒരു 1/4ൻ്റെ കൂടെ ഒരു 1/4ഉം കൂടെ ആയാൽ നമുക്ക് വേണേൽ എന്തോ പറയാം അതിനെ 4 അല്ല അതുപോലെ പിന്നെ ഈ 1 1 1 3 ഇങ്ങനെയും പറഞ്ഞുകൂടായോ നിങ്ങളെ, ഇങ്ങനെയും പറഞ്ഞുകൂടായോ? ഇങ്ങനെയും പറയാം. ടെസ്റ്റിൽ പറഞ്ഞത് എന്താണെന്നറിയോ, നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കാരണം എന്താണെന്നറിയോ, ഡിനോമിനേറ്റർ അല്ലേ, ഛേദം ഒരുപോലെ ആയതുകൊണ്ട് അത് അതുപോലെ എഴുതി വെച്ചാൽ മതി, മുകളിൽ തന്ന സംഖ്യ കൂട്ടി വെച്ചാൽ മതി. ഇനി ടെസ്റ്റിൽ പറഞ്ഞ രീതി അനുസരിച്ച് എന്തോന്നറിയോ, 1/4ഉം 1/4ഉം കൂടെ ആയപ്പം നമുക്ക് എത്ര കിട്ടി? 1/2 കിട്ടി. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? 1/2 കിട്ടി. മനസ്സിലാക്കി പോണേ. 1/4ഉം 1/4 കൂടെ ആയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1/2 കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. 1 1 2 2/4നെ നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് മാറ്റി, ലോവസ്റ്റ് ഫോമിലോട്ട് മാറ്റിയപ്പോഴാണ് നമുക്ക് 1/2 കിട്ടിയത്. ടെസ്റ്റിൽ അങ്ങനെ പറഞ്ഞപ്പം എന്താ, ടെസ്റ്റ് ചെയ്ത കണക്കുകൾ എങ്ങനെയാണ് കിട്ടിയെന്ന് പറയുക കേട്ടോ. എക്സർസൈസ് അല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ 1/2ൻ്റെ കൂടെ ഇനി നോക്കണേ, ഒരു 1/4 കൂടെ കൂട്ടിയാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഇവിടെ മുതലാണ് ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതുവരെ പഠിച്ച രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിനോമിനേറ്റർ എല്ലാം സെയിം അല്ലേ കുഞ്ഞുങ്ങളെ തന്നത്, അത് അതുപോലെ എഴുതി വെച്ചായിരുന്നു ചെയ്യുന്നത്. ഇവിടെ എന്തോ സംഭവിച്ചത്, ഡിനോമിനേറ്റർ ഒരുപോലെയാണോ? അല്ല. ഇനിയാണ് അടുത്ത ട്വിസ്റ്റ് അല്ലേ. ഓരോ പാർട്ടിലും ഓരോ രീതിയിലല്ലേ. അപ്പം നോക്കിയോ നിങ്ങൾ ഇവിടെ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നാണ് ഇനി പുതിയതായിട്ട് പഠിക്കാൻ പോകുന്നത്. ഡിനോമിനേറ്റർ അതായത് ഞാൻ നോക്കിയേ 1/2 + 1/4. നിങ്ങൾ കുറച്ച് ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. നമുക്ക് തരുന്നതിലെ ചെറിയ സംഖ്യ ഏതാണെന്ന് നോക്കുക. ഇത് എൻ്റെ ഒരു എളുപ്പ വഴിയാട്ടോ. ടെസ്റ്റിലും സ്കൂളിലും ഒക്കെ ഏത് രീതിയാണ് പഠിപ്പിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല കുഞ്ഞുങ്ങളെ. ഞാൻ എൻ്റെ ഒരു രീതി വെച്ച് അങ്ങ് പറയാം, എളുപ്പം മനസ്സിലാക്കാനേ. അതായത് നോക്കിയേ, ഇവിടെ 1/2 ആണ്, ഇവിടെ 1/4 ആണ്. ഇതിൽ ഡിനോമിനേറ്റർ ചെറുത് ഏതാന്ന് വെച്ചാൽ അതെടുക്കണം. ഇവിടെ ഡിനോമിനേറ്റർ ചെറുത് ആരാവും നിങ്ങളെ? 1/2 ആണ് അല്ലേ. ഈ ഡിനോമിനേറ്റർ 2 ആണ്, ഇവിടെ 4 ആണ്. ഈ 2വിനെ നമുക്ക് എന്താക്കണം? ഈ 4 ആക്കണം. ഈ 2വിനെ 4 ആക്കിയാൽ മതി. മനസ്സിലാക്കണേ. നമുക്ക് തന്ന ചോദ്യം നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ. നമുക്ക് തന്ന ചോദ്യം, ഇതുവരെ നമുക്ക് തന്ന ചോദ്യങ്ങളെല്ലാം താഴെ തന്ന മീൻസ് ഡിനോമിനേറ്ററിലെ ഛേദം ഒരുപോലെ ആയതുകൊണ്ട് നമ്മൾ അത് അങ്ങോട്ട് എഴുതി വെച്ചിട്ട് മുകളിൽ തന്ന സംഖ്യ അങ്ങ് കൂട്ടി വെക്കുകയായിരുന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ പാർട്ടാവും നിങ്ങളെ. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം ഡിഫറൻ്റ് ആണ്, അതിനെ എങ്ങനെ ചെയ്യുമെന്നാണ്. അപ്പോൾ നോക്കിയാൽ മതി, ഇതൊരു എളുപ്പ വഴിയാവും നിങ്ങളെ. അതിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന് വെച്ചാൽ എടുക്കുക. ഇവിടുത്തെ ഏറ്റവും ചെറിയ സംഖ്യ ആരാ? 1/2 ആണ്. ഈ 1/2നെ എന്താക്കണം? അതായത് ഈ 2വിനെ 1/2നെ അല്ല, ഈ താഴെ തന്ന 2വിനെ നമ്മൾ എന്താക്കണം? 4 ആക്കണം. മനസ്സിലായോ? ഈ 2വിനെ 4 ആക്കണം. ചെറിയ സംഖ്യയെ വലിയ സംഖ്യ ആക്കണം. നോക്കൂ നിങ്ങളിവിടെ ഈ 1/2വിനെ നല്ലപോലെ നോക്കണേ. 4 ആക്കണമെങ്കിൽ 4 ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2വിൻ്റെ കൂടെ 2ഉം കൂടി ഇൻറ്റു ചെയ്തപ്പോഴാണ്. നല്ലപോലെ മനസ്സിലാക്കണേ. 2ൻ്റെ കൂടെ 2 കൂടി ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് 4 കിട്ടിയില്ലയോ? ഇനി നമ്മൾ എന്താണോ ഇട്ട് ഗുണിക്കുന്നത്, മീൻസ് മൾട്ടിപ്പിൾ ചെയ്യുന്നത്, ആ താഴെ ഏതാണോ കൊടുക്കുന്നത് അത് തന്നെ നമ്മൾ മുകളിലും കൊടുക്കണം. ഇതൊരു എളുപ്പ വഴിയാണ് കേട്ടോ. ആദ്യമായിട്ടായതുകൊണ്ട് ഇത് കൺഫ്യൂഷൻ വരും. 2-3 എണ്ണം ചെയ്യുമ്പോൾ നിങ്ങളങ്ങ് പടപടയെന്ന് ചെയ്യണമെന്ന് കേട്ടോ. 2 × 2 എന്ന് വെച്ചാൽ എന്താ കുഞ്ഞില്ല, ഈ 4 ആക്കിയതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണോ ഇട്ട് കൊടുക്കുന്നത് അത് തന്നെ ഇവിടെ ഇട്ട് കൊടുക്കണമെന്ന്. 2 അല്ല ഇവിടെ ഇട്ട് കൊടുത്തെങ്കിലെല്ലാം 4 ആവത്തുള്ളൂ. ആ 2 തന്നെ വിളി. അപ്പോൾ 1 × 2 എത്ര നിങ്ങളെ? 2. അപ്പം നമ്മൾ അവിടെ എന്താക്കി? ഡിനോമിനേറ്റർ സെയിം ആക്കി. അപ്പം നമുക്കിവിടെ എന്താ കിട്ടിയത്? നോക്കിയേ, 2/4 + 1/4 = 3/4 കിട്ടി. ഡിനോമിനേറ്റർ സെയിം ആക്കി ചെയ്തു. ഈ രീതിയിലാണ് ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത്. പല സാറുമാർ അല്ലെ ടീച്ചർമാർ പല രീതിയിലാവും കുഞ്ഞുങ്ങളെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാണോ മനസ്സിലാവുന്നത് ആ രീതി ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഓരോ കണക്കുകളും ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് മനസ്സിലാവുന്നത്. ഇനി ഈ രീതി എല്ലാവർക്കും മനസ്സിലാവണമെന്നൊന്നുമില്ല. ഇനി ഞാൻ പഠിപ്പിച്ചത് അങ്ങ് എല്ലാവർക്കും മനസ്സിലായി എന്നൊന്നും ഞാൻ പറയത്തില്ല. ചിലവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഇതിനകത്തിലൊന്നുമില്ല കുഞ്ഞെ, ഉള്ളതിലേക്കും ഒരു എളുപ്പ വഴിയാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ.
ഇനി അതെല്ലാം നമുക്ക് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം, LCM കണ്ട് ചെയ്യാം. ഒരുപാട് രീതിയുണ്ട് ഇതിന് കേട്ടോ. കാരണം ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആണെങ്കിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം. എന്താണെന്നല്ലേ അത് നമുക്ക് പഠിക്കാം. ഇനി LCM കണ്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്കിതൊരു എളുപ്പ വഴി ഞാൻ പറഞ്ഞാൽ എന്തുവാണെന്നറിയോ? ഇവിടെ താഴെ തന്ന ചെറിയ സംഖ്യയാണെന്ന് വെച്ചാൽ അതിനെ വലിയ സംഖ്യ ആക്കാൻ ശ്രമിക്കുക. ഇവിടെ 2 അല്ലായിരുന്നോ കുഞ്ഞുങ്ങളെ? നമുക്ക് 2നെ നമ്മൾ എന്തോ ആക്കി? 4 ആക്കി. 2നെ 4 ആക്കാൻ 2 കൊണ്ട് ഗുണിച്ചു, അല്ലെ മൾട്ടിപ്പിൾ ചെയ്തു, അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ താഴെ ഏത് സംഖ്യയാണോ എടുത്തത് ആ സംഖ്യ തന്നെ മേളിൽ വിട്ട് ചെയ്യുക. ഇപ്പം മനസ്സിലായോ? ഞാൻ ഒരെണ്ണം കൂടെ നിങ്ങളോട് പറയട്ടെ. അല്ല, ഞാൻ ടെസ്റ്റ് ഇല്ലാത്തൊരു കണക്ക്. അപ്പം നിങ്ങൾക്ക് ഇപ്പം ഡൗട്ട് ഇവിടെ ഒരെണ്ണം ചെയ്യാനുണ്ടല്ലേ? അത് ചെയ്യുന്നതിന് മുമ്പ് നോക്കി കുഞ്ഞുങ്ങളെ, ഇവിടെ ഇപ്പം 1/3 + 5/12 ഈ മോഡൽ നിങ്ങൾ പഠിക്കാമെങ്കിലുണ്ടല്ലോ, നിങ്ങൾക്ക് ഏത് കണക്ക് തന്നാലും ചെയ്യാൻ പറ്റും കുഞ്ഞുങ്ങളെ. മോഡൽ അറിഞ്ഞാൽ മതി. നോക്കിക്കേ, ഇവിടെ ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആണ്. ചില കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമായിരിക്കും അല്ലേ? ഇല്ലയോ കുഞ്ഞുങ്ങളെ? ഞാൻ ഹോംവർക്കൊക്കെ തരണമെന്ന് വിചാരിച്ച കുഞ്ഞുങ്ങളെ, പക്ഷെ നിങ്ങൾ ചെയ്യുമോ? നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് കമൻറ്റ് ബോക്സിലൊക്കെ ഇടുമോ എന്നൊക്കെയുള്ളൊരു ഡൗട്ട് കൊണ്ടാണ് ഞാൻ ഈ ഹോംവർക്ക് ഇടാത്ത. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഹോംവർക്ക് ഇടുന്നുണ്ടോ എന്ന്. അപ്പോൾ ഒരു 10 പേരെങ്കിലും ഹോംവർക്ക് വേണം എന്ന് പറയാമെങ്കിൽ ഞാൻ കുറേ ഹോംവർക്ക് തരാം. 10 പേരെങ്കിലും ചോദിക്കാൻ കേട്ടോ, ഇല്ലെങ്കിൽ വിട്ടുതരാം. നോക്കൂ കുഞ്ഞുങ്ങളെ, ഇവിടുത്തെ ചെറിയ സംഖ്യ ഏതാ? നോക്കിയേ, ഞാൻ പറഞ്ഞ രീതി വെച്ച് ചെറിയ സംഖ്യ 3 അല്ലേ, വലിയ സംഖ്യ 12. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ 1/3യെ എന്തോ ആക്കണം? 12 ആക്കണം. 3യുടെ കൂടെ എത്ര വെച്ച് ചെയ്താൽ നമുക്ക് 12 വരും? 3യുടെ കൂടെ എത്ര? 4 അല്ലേ കുഞ്ഞുങ്ങളെ? 3ൻ്റെ കൂടെ 4, 3 4 12. ആ 4 തന്നെ മേളിൽ കൊടുക്കണം. നമ്മൾ ഏത് സംഖ്യയാണോ താഴെ എടുത്തത് ആ സംഖ്യ തന്നെ മേളിൽ കൊടുത്താൽ മതി. അപ്പോൾ 1 × 4 4. കണ്ടോ? കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1/3 4 + 12 അല്ലേ? 12 കിട്ടി. പ്ലസ് 5/12 അല്ലേ? = എത്ര? 5 4 9 12. കണ്ടോ? കിട്ടി. ഇനി ഇതിനെ നമുക്ക് ചെറുതാക്കി കൂടാ കഴിഞ്ഞല്ലോ. 9ഉം 12 ഏതാ? 3ൻ്റെ ടേബിളിൽ പറ്റും അല്ലേ? എത്ര? 3 × 3 9 ആണ്. 4 × 3 12. 3/4 കേട്ടോ. ഇപ്പം കുറേയൊക്കെ മനസ്സിലായോ? കുറച്ചെങ്കിലും മനസ്സിലാവും നിങ്ങളെ. ചെറിയ സംഖ്യ ഏതാണെന്ന് നോക്കുക. ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാൽ ചെറിയ സംഖ്യ ഏതാണെന്ന് നോക്കുക. ഇതിലും വേറെ മിക്സഡ് അല്ലല്ലോ, ക്രോസ് മൾട്ടിപ്പിളൊക്കെ ഞാൻ പഠിപ്പിക്കാം നിങ്ങളെ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അത് കേട്ടോ, ഏതാണോ മനസ്സിലാവുന്നത്. ഇനി ഇത് കണ്ടെന്ന് വിചാരിച്ചാൽ ഇതാ മനസ്സിലായത് എന്നല്ല, എല്ലാ രീതിയും പഠിപ്പിക്കാൻ. നിങ്ങൾക്ക് ഏതാണോ മനസ്സിലായത് അത് ചെയ്യുക. നമ്മൾ ഇത്രയും നാളും ചെയ്തത് എങ്ങനെയായിരുന്നു നിങ്ങളെ? ഇതുവരെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻസ് താണ്ട് ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ 2/5 + 1/5 ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമ്മൾ അതുപോലെ എഴുതിയിട്ട് 3 എന്ന് എഴുതി അല്ലേ? ഇതുവരെ ചെയ്ത കണക്കിൽ 6/10 + 2/10 അല്ലേ? = ഡിനോമിനേറ്റർ സെയിം ആണല്ലേ? ഛേദം ഒരുപോലെയുണ്ട്. 10 എഴുതിയിട്ട് 6 2 8. ഇനി ഇതിനെ ചെറുതാക്കാൻ പറ്റുമെങ്കിൽ ചെറുതാക്കുക. പറ്റും. 8ഉം 10ഉം 2ൻ്റെ ടേബിളിൽ അല്ലെങ്കിൽ പകുതി ചെയ്താലും മതി. ഏതാ? 4 5. കണ്ടോ? ഇതായിരുന്നു ഇതുവരെ നമ്മൾ ചെയ്തത്. ഇപ്പം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തരുന്ന ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം ഡിഫറൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാനുള്ളത് ആ ചെറിയ ഡിനോമിനേറ്ററിനെ ആ വലിയ ഡിനോമിനേറ്റർ ആക്കാൻ ശ്രമിക്കുക. 3ൻ്റെ കൂടെ എത്ര ഇൻറ്റു ചെയ്തപ്പോഴാണ് 12 വന്നത്? 4. ആ 4 തന്നെ മേളിലും കൊടുക്കുക. 1 × 4 4. അപ്പം 4/12 കിട്ടി. അപ്പോൾ കിട്ടിയത് കണ്ടോ? ചെറിയ ഫോമിലോട്ട് മാറ്റി. ഇത്രയേ ഉള്ളൂ നിങ്ങളെ. നമുക്ക് ഈ ടെസ്റ്റിലെ നോക്കാം. അത്രയേ ഉള്ളൂ. വേണ്ട അതിനെക്കുറിച്ചൊക്കെ വേണ്ട 3/4 നമുക്ക് കിട്ടിയതാ കേട്ടോ. ഇനി ഈ ചിത്രം നോക്കുക. അടുത്ത് നോക്കൂ നിങ്ങളെ. അടുത്തത് നോക്കിക്കേ. വട്ടത്തിലെ 6 സമഭാഗങ്ങളാക്കി. നോക്കിയേ, വട്ടത്തിനെ 6 സമഭാഗങ്ങളാക്കി എന്ന് വെച്ചാൽ ഈക്വലാക്കി അല്ലേ? അവയിൽ ഒന്നിന് ചുവപ്പ്, ശരിയാണ്, ചുവപ്പ് നിറവും 2 എണ്ണത്തിന് മഞ്ഞ നിറവും കൊടുത്താൽ ആകെ നിറം കൊടുത്തിരിക്കുന്നത് 1 + 2 3 ഭാഗങ്ങളാണ്. ഇക്കാര്യം ഭിന്നസംഖ്യകളുടെ തുകയായിട്ട് എങ്ങനെ എഴുതാം എന്നാണ് നമ്മളോട് ചോദിച്ചത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? നമുക്ക് എങ്ങനെ എഴുതാം? നോക്കിക്കേ, മൊത്തം എത്ര ഉണ്ടെന്നാണ് ആദ്യം ചോദിച്ചേക്കുന്നത്. മൊത്തം എത്ര നിങ്ങളെ? 6 എണ്ണമാണ്. 6ൽ 1 ഭാഗം ചുവപ്പാണ്. 6ൽ 1 ഭാഗം ചുവപ്പാണ്. 6ൽ 2 ഭാഗം എന്താവും നിങ്ങളെ? മഞ്ഞയാണ്. അപ്പം നമുക്ക് കൂട്ടാമല്ലോ. ഡിനോമിനേറ്റർ സെയിം അല്ലേ? അപ്പോൾ എന്താ? 6ൽ 3 ഭാഗം അവിടെ ചെയ്തിട്ടുണ്ട്. 6ൽ 3 ഭാഗം
മൊത്തം എണ്ണമാണേ താഴെ കൊടുക്കുന്നത്, തെറ്റിപ്പോവല്ലേ, മൊത്തം എണ്ണം താഴെ കൊടുക്കുക. പിന്നെ കളറ് നമ്മളെടുത്ത് ഇതൊക്കെ എന്താ 1ലും 2ലും നിങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുകയും കളർ ചെയ്തുകൊണ്ട് പോകാമെന്ന് പറയുന്ന, പക്ഷേ ഇനി അങ്ങോട്ട് പോകുമ്പോൾ അത് മാറുവേ. ഇതൊക്കെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ആ ഓർഡറിൽ തന്നെ അങ്ങ് പഠിക്കണം. ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷമേ സെക്കൻഡ് പാർട്ട് കാണാവൂ കേട്ടോ, ചാടിക്കയറി സെക്കൻഡ് കാണരുത്. അപ്പം ഇവിടെ എത്രനാണോ കണ്ടോ, 1 ചുവപ്പ്, 2 എന്താ മഞ്ഞ അല്ലേ, മഞ്ഞ, മൊത്തം എത്രയാണെന്നുള്ളതാണ് താഴെ. അപ്പോൾ ബേസ് അല്ലെങ്കിൽ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം ഒരുപോലെ ആയതുകൊണ്ട് അത് അതുപോലെ എഴുതുക. ഇത് തങ്ങളിൽ ഇനി നോക്കൂ നിങ്ങളെ 3/6 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3യുടെ ടേബിളിൽ വരത്തില്ലേ, കുറച്ചുകൂടെ സിമ്പിളാക്കാം. ഏതാ 3യുടെ ടേബിളിൽ വരും അല്ലേ, 1 × 3 3, പിന്നെ എത്ര കുഞ്ഞില്ലേ 2 × 3 6. ഞാൻ ചെയ്യാനുള്ള എളുപ്പവഴിക്ക് പറഞ്ഞിട്ടുണ്ട്, ഇത് രണ്ടും അങ്ങ് വെട്ടിക്കളയണം. പിന്നെ വരുന്ന ഏതാ, ഇതാണ് നമ്മുടെ ആൻസർ 1/2 എന്ന് വരിക. അടിപ്പുറത്ത് ചെയ്തിട്ടുണ്ട് 1/2 വരുന്നത് എങ്ങനെയാണെന്ന് കേട്ടോ. പുസ്തകത്തിലെ നോക്കണ്ട, ഞാൻ ആ ചെയ്യുന്ന രീതി തന്നെ പഠിച്ചു പോവുക. പുസ്തകത്തിലെ പുസ്തകത്തിലെ തന്നെ ഞാൻ പറയുന്നത് എന്നാലും. അപ്പോൾ നോക്കൂ കുഞ്ഞുങ്ങളെ, ഇവിടെ ഈ കണക്ക് എങ്ങനെ എഴുതാം നോക്കിക്കേ. ഇത് പകുതിയല്ലേ കുഞ്ഞുങ്ങളെ, പകുതി 1/6. നമുക്കിവിടെ 1/6 + 1/3. വേണ്ട 1/6 + 1/3 നമുക്ക് ചെയ്യാം. ഞാനിവിടെ ഈ വരച്ചത് ഇപ്പോൾ ആ പറഞ്ഞ കണക്കിൻ്റെ ആയിരുന്നു കേട്ടോ, ടെസ്റ്റിൽ നമ്മളിപ്പോൾ വരച്ചില്ലേ. അപ്പോൾ അത് കുഴപ്പമില്ല, അത്രയും സ്ഥലം പോയി. അടുത്ത ചോദ്യം നോക്കൂ നിങ്ങളെ, ടെസ്റ്റിലെ വരച്ചേക്കുന്ന പടം നിങ്ങൾ നോക്കണേ. 1/6 + 1/3. ഞാൻ പറഞ്ഞ രീതി അനുസരിച്ച് ചെയ്യാൻ അറിയാവുന്നവർ ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾ തന്നെ മാറ്റിയിട്ട് ചെയ്തു നോക്കണം കേട്ടോ. അപ്പം നമ്മൾ ഇവിടുത്തെ നോക്കിക്കേ, ചെറിയ ആളാരാണ്, ഇവിടുത്തെ 1/3 ആണല്ലേ കുഞ്ഞുങ്ങളെ, 1/3 അല്ലേ. അപ്പോൾ 3യെ നമ്മൾ എന്തോ ആക്കണം, 6 ആക്കണം. 3യെ 6 ആക്കാൻ നമ്മൾ എന്തോ ചെയ്യണം, 2 കൊണ്ട് ചെയ്യണം, എങ്കിലെല്ലാം 6 വരത്തുള്ളൂ. അപ്പോൾ 1നെ നമ്മൾ ഈ 2 തന്നെ മേളിലും കൊടുക്കണം. ഇവിടെ ഏതാണോ നമ്മൾ എടുത്തത് അത് തന്നെ മേളിൽ കൊടുക്കണം. 1 × 2 എത്ര 2, അപ്പോൾ 2/6 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും, ഈ 1/6നെ ഒരു മാറ്റവും ഇല്ല, 1/6 പ്ലസ് ഈ 2/6 = 3/6. 3/6നെ വീണ്ടും ചെറുതാക്കരുതോ നിങ്ങളെ, 3ൻ്റെ ടേബിളിൽ വരും അല്ലേ. എന്താ 1 3 3 2 3 6. അപ്പോൾ ഇത് ഒരേ ടേബിൾ വെട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഏതാ വരുന്നത്, 1/2 എന്ന് വരും. ഇതാണ് ഒറ്റയടിക്ക് നമ്മുടെ ടെസ്റ്റിൽ 1/2 എന്ന് എഴുതി വെച്ചേക്കുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഈ 1/2 വന്നാൽ എങ്ങനെയാണെന്ന് മനസ്സിലായോ നിങ്ങളെ? അത് നല്ലപോലെ കേട്ടോ. ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കണം, പിന്നീടായാലും ഇത് ഉപകരിക്കും. ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതല്ലാതെ വേറെ ഉണ്ട് കുഞ്ഞുങ്ങളെ, ഞാൻ പഠിപ്പിക്കാം കേട്ടോ. അതായത് ക്രോസ് മൾട്ടിപ്പിളും കുറച്ചുകൂടെ എളുപ്പമാണ്. ഓരോ കുട്ടികളും ഓരോ രീതി ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതാണോ അത് കേട്ടോ. എങ്ങനെ വേണേൽ ഒന്നുകൂടെ ഞാൻ പറയട്ടെ. നമുക്ക് തന്നിരിക്കുന്ന ഇനി ഉണ്ടോ നോക്കട്ടെ നിങ്ങളെ, 1/2 അതിൻ്റെ തൊട്ട് താഴത്തെ നോക്കൂ നിങ്ങളെ. അതെ ഓരോന്നും നമുക്ക് 1/6 + 3/6 എന്നൊരു ചോദ്യം. ഓക്കെ, ഇത് നമുക്ക് ഓൾറെഡി അറിയാം, ബേസ് രണ്ടും ഒരുപോലെയാണ്, 6 അല്ലേ. 1 + 3 4 ആണ്. അപ്പോൾ 4/6 ഏതെങ്കിലും ടേബിളിൽ വരുന്നുണ്ടോ? ഉണ്ട്, 2ൻ്റെ ഉണ്ട് അല്ലേ. 2/3 കേട്ടോ. ഇത് നമ്മുടെ ടെസ്റ്റിൽ ചെയ്തിട്ടേക്കുന്ന കണക്കുകളായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അങ്ങ് പോകുന്നത് കേട്ടോ. 2/6 3/6 ഒക്കെ വന്ന് ബേസ് രണ്ടും ഒരുപോലെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യുമെന്ന്. ഇനി അടുത്ത നമ്മുടെ ചോദ്യം 1/3 + 1/2 എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. എന്താ നിങ്ങളെ, പേജ് നമ്പർ 53 അതാണ്ട് വാ തുറന്നിരിക്കുന്ന പോലെ ഒരു പടം കണ്ടോ. ഇതിനകത്തിലെല്ലാം സംഭവമുണ്ട്. ഇതെന്ന് വെച്ചാൽ ഹാഫാണ്, എന്ന് വെച്ചാൽ ഒരു സർക്കിളിൻ്റെ പകുതിയാവും നിങ്ങളെ എന്താ ഈ പറഞ്ഞിരിക്കുന്നത്, ഒരു സർക്കിളിൻ്റെ പകുതിയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ൽ 1 ആണെന്നാണ് പറയുന്നത്, 3ൽ 1 കേട്ടോ. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കിയേ. ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ അല്ലേ നിങ്ങളെ, ഛേദം ഡിഫറൻ്റ് അല്ലേ. ഛേദം ഡിഫറൻ്റ് നമ്മൾ ഒന്നാമത്തെ പാർട്ടിൽ ഒരേ ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാൽ ഒരേ ഛേദം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യുമെന്നാണ് പഠിച്ചത്. രണ്ടാമത്തെ ഈ പാർട്ടിൽ ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ വന്നാൽ എങ്ങനെ ചെയ്യുമെന്നാണ്, അത്രയേ ഉള്ളൂ. ഇവിടെ നോക്കൂ നിങ്ങളെ, ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കുക 1/3 + 1/2. ഇനി അടുത്ത ട്വിസ്റ്റ് കേട്ടോ. ഇത് മൂന്നാമത്തെ ഓരോ രീതിയിൽ ചെയ്യുന്നതാണ് കേട്ടോ. ഇവിടെ നോക്കിയേ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാലേ, ഇപ്പം നമ്മൾ 2നെ 3 ആക്കാൻ ഏതെങ്കിലും ടേബിൾ വെച്ച് പറ്റുമോ കുഞ്ഞുങ്ങളെ? ഇത് അടുത്ത മെത്തേഡാണ് കേട്ടോ. നമ്മൾ ഓരോ മെത്തേഡ് ഓർത്തോണേ.
ഈ രണ്ടിനെ നമ്മൾ സാധാരണ ചെറിയ സംഖ്യയെ വലിയ സംഖ്യ ആക്കാൻ ഏതിൻ്റെ ടേബിളിൽ പറ്റിയെന്നായിരുന്നു നമ്മൾ ഇതൊക്കെ ചെയ്തത് അല്ലേ. ഈ കണക്കുകളെല്ലാം അങ്ങനല്ലേ. ഇപ്പോൾ 3ൻ്റെ കൂടെ 4 ഗുണിച്ചപ്പോൾ നമുക്ക് 12 കിട്ടി, 2ൻ്റെ കൂടെ 2 ഗുണിച്ചപ്പോൾ നമുക്ക് 4 കിട്ടി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഇവിടെ നോക്കൂ നിങ്ങൾ, ചെറിയ സംഖ്യ 2ആണ്. ഈ 2ൻ്റെ കൂടെ ഏതെങ്കിലും കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് 3 കിട്ടുമോ? ഇല്ല. അപ്പോൾ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. നല്ലപോലെ നോക്കണേ നിങ്ങളെ. അപ്പോഴേ ഒരു എളുപ്പ വഴിയായിട്ടോ. എങ്ങനെയാണെന്നറിയോ? ക്രോസ് മൾട്ടിപ്പിൾ. ഇത് എൻ്റെ ഒരു എളുപ്പവഴി. നിങ്ങളുടെ സ്കൂളിൽ എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ സ്കൂളിൽ ടീച്ചർ ചെയ്യുന്ന എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും, അല്ലെങ്കിൽ ട്യൂഷൻ്റെ അവിടെ പഠിപ്പിക്കുന്ന എളുപ്പം മനസ്സിലാവുമായിരിക്കും, ചിലപ്പോൾ എൻ്റെ ആയിരിക്കും കേട്ടോ. ഏതായാലും നിങ്ങൾ കണക്ക് ചെയ്യണം. ഡിഫറൻ്റ് ഡിനോമിനേറ്റർ വന്നാൽ സാധാരണ രീതിയിൽ ചെറുതിനെ നമ്മൾ എന്ത് ചെയ്യുക, വലിയ സംഖ്യ ആക്കാൻ ശ്രമിക്കുക എന്നുള്ള. ഇവിടെ നമുക്ക് ഒരു പണി നടക്കത്തില്ല. കാരണം 2ൻ്റെ കൂടെ നമ്മൾ ഏതൊരു സംഖ്യയുടെ കൂടെ ചെയ്താലും 3 കിട്ടുന്നില്ല കുഞ്ഞുങ്ങളെ. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നറിയോ? നിങ്ങൾ ക്രോസ് മൾട്ടിപ്പിൾ എന്നാണ്, അതായത് ഒരു ഇൻറ്റു അടിക്കുക. ഇൻറ്റു എന്താ? ഇൻറ്റു. ചോദ്യത്തിൽ ഇൻറ്റു ഒന്നും അടിച്ചു വെക്കരുത്, നിങ്ങളുടെ മനസ്സിലാണ് അടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളെന്തറിയോ? 1നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 1നെ 2 കൊണ്ട്. കാരണം നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ ആദ്യം വരച്ചത്. ഇനി നടുക്ക് തരുന്ന പ്ലസ്സിനെ അതുപോലെ ഇടുക, ഈ പ്ലസ്. പിന്നെ നമ്മൾ 1നെ 3, ക്രോസ് മൾട്ടിപ്പിൾ എന്നല്ലേ പറഞ്ഞത്? ക്രോസ് അല്ലേ? മൾട്ടിപ്പിളിൻ്റെ ചിഹ്നം ഏതാ? ഇതല്ലേ മൾട്ടിപ്പിളിൻ്റെ ചിഹ്നം. അപ്പോൾ അത് ഓർത്താൽ മതി. ഇതിനെ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യുക, ഇതിനെ ഇതുകൊണ്ട്. ഏതാ? 1നെ 3 കൊണ്ട്. നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ, പുകഞ്ഞു പോകല്ലേ. ബൈ താഴെ തരുന്നതിനെ എങ്ങും പൊക്കിക്കൊണ്ട് പോകണ്ട, അതിനെ അതുപോലെ താഴെ തന്നെ ഇട്ട് ഇൻറ്റു ചെയ്താൽ മതി. ഇപ്പോൾ പിടികിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ? ഇനി നമ്മൾ ഈ ചെയ്തതും ഇതുപോലൊക്കെ ചെയ്താലും ഈ ആൻസർ കിട്ടും കേട്ടോ. ഞാൻ എല്ലാം കൂടെ അങ്ങ് ഇതാക്കി തരുന്നില്ല, പറ്റാത്തത്. അപ്പം 1 ഇൻറ്റു 2 2 പ്ലസ് 1 ഇൻറ്റു 3 3 ബൈ 3 ഇൻറ്റു 2 6 ബൈ 5 ബൈ 6 5 ബൈ 6. നമ്മുടെ ടെസ്റ്റിലും അത് തന്നെ ആൻസർ വേണ്ടേ? 5 ബൈ 6. ഈ 5 ബൈ 6 ഇവിടുന്ന് വന്നു ഇല്ലയോ? അങ്ങനെ ഒരു സംശയം വരത്തില്ലയോ? ഓക്കെ ആണോ? 5 ബൈ 6 എങ്ങനെ വന്നു എന്ന് മനസ്സിലായോ? നമ്മൾ ഡിഫറൻ്റ് ഡിനോമിനേറ്റർ വന്നാൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ചെറിയ സംഖ്യയുടെ കൂടെ വലിയ സംഖ്യ കിട്ടാൻ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം എന്ന് നമ്മളിപ്പോൾ ചെയ്തു. ഇതിനെ അറിയാൻ വയ്യ, ഞാൻ പറഞ്ഞില്ലയോ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അറിയാൻ വയ്യ എന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്പിൾ. നിങ്ങൾ പറയും ഇതല്ലയോ കുറച്ചുകൂടി എളുപ്പമെന്ന് കേട്ടോ. അപ്പോൾ എന്താ? 1 ഇൻറ്റു 2 2, 1 ഇൻറ്റു 3 3. അത് ഇതിൽ ഇൻറ്റു അടിക്കുക, മേളിൽ എഴുതുക. വരയ്ക്ക് താഴെ കിടക്കുന്നതിനെ ഇൻറ്റു ചെയ്യുക. അപ്പം 2 + 3 5 ഇത്രയേ ഉള്ളൂ നിങ്ങൾ. ഓക്കെ ആണോ? ഞാൻ ഒരെണ്ണൂടെ തരട്ടെ. ഇതൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ നിങ്ങൾക്ക്? എല്ലാം ചെയ്ത കണക്കുകളല്ലേ? ഒരെണ്ണം ചെയ്തു. നമ്മൾ നേരത്തെ നമുക്ക് ഈ കണക്ക് തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ആ ഡൗട്ടും അല്ലോ, അതൊക്കെ വലിയ സംഖ്യ അല്ലേ. 1/2 + 1/4 ഒന്ന് ചെയ്ത് നോക്കാം കുഞ്ഞുങ്ങളെ. 1/2 + 1/4 നമ്മൾ മുമ്പ് ചെയ്തില്ലേ? ഇവിടെ ചെയ്തില്ലേ? ഒന്നാമത്തെ കണക്ക് 1/2 + 1/4 എന്നൊരു കണക്ക് നമ്മൾ ചെയ്തായിരുന്നു ഫസ്റ്റിലെ. അത് നമുക്ക് ഇങ്ങനെയൊന്ന് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്ത് നോക്കാം. നോക്കണേ. 1/2 + 1/4 ഇൻറ്റു നോക്കിക്കേ 1 ഇൻറ്റു 4 പ്ലസ് 1 ഇൻറ്റു 2 ബൈ 2 ഇൻറ്റു 4. 1 ഇൻറ്റു 4 4 പ്ലസ് 1 ഇൻറ്റു 2 2. 2 4 8. അപ്പം 6/8. ഈ 6ഉം 8ഉം ഏതിൻ്റെയും ടേബിളിൽ വരുന്നുണ്ടോ? ഉണ്ട്. ഏതാ? 2ൻ്റെ ടേബിളിൽ. എത്ര നിങ്ങളെ? 3 2 6 4 2 8. 3/4 ആണോ അവിടെ കിട്ടിയത്? 3/4 അല്ലേ ഇവിടെ കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതി പഠിപ്പിച്ചപ്പോൾ നിങ്ങൾ വിചാരിച്ചു കാണും ഈ രീതി മതി, ഇതാ ഞങ്ങൾക്ക് മനസ്സിലായത് ഇല്ലയോ? സത്യമല്ലയോ? ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അയ്യോ അതിലും എളുപ്പം ഈ രീതി അല്ലയോ? ഈ രീതി ഇല്ലയോ? സത്യമല്ലേ? അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടി ഈ വീഡിയോ ബാക്ക് അടിച്ചിട്ട് നമ്മൾ ആ 2ാമത്തെ പാർട്ട് തൊട്ട് ഒന്നുകൂടെ കാണാം. കണ്ടിട്ട് നിങ്ങൾക്കത് ഏറ്റവും നല്ലതുപോലെ ഏതാ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതി മാത്രം ചെയ്താൽ മതി കേട്ടോ. നമുക്ക് വേണേൽ അതിൻ്റെ ഒരെണ്ണം കൂടെ നോക്കാം കുഞ്ഞുങ്ങളെ. ആ സംശയം നിങ്ങൾ ഇപ്പോൾ 1/3 5/12 തന്നെ ഒന്ന് നോക്കാം കുഞ്ഞുങ്ങളെ. ഇപ്പം നമ്മൾ ആ ചെയ്തതേ 1/3 പ്ലസ് എത്ര?
5/12. 5/12 വലിയ സംഖ്യ വരുമ്പോഴേ ഇൻറ്റു ചെയ്യാനൊക്കെ അറിയണം കേട്ടോ. അപ്പോൾ നോക്കിയേ, ക്രോസ് അല്ലേ, ഇങ്ങനെയും ഇങ്ങനെ ഏതൊക്കെയാ? 1 × 12 + 5 × 3 അല്ലേ, ഇതിനെ ഇതുകൊണ്ടും ഇതിനെ ഇതുകൊണ്ടും ബൈ 3 × 12 അല്ലേ, താഴെ കിടക്കുന്നതിനെ അതുപോലെ നോക്കിക്കേ. 1 × 12 12 പ്ലസ് 5 × 3 15, 12 × 3 36. അതിന് 3ൻ്റെ ടേബിൾ അറിയാവോ? 10 3 30, 11 3 33, 12 3 36. അതൊക്കെ അറിയാവോ? എന്തുവാന്നാ? ഇവിടെ എത്ര നിങ്ങൾ 27 വരും. 15 5 2 7 27 ബൈ 36. ഈ 27 36 ഏതിൻ്റെ ടേബിളിൽ വരും? കാണുമ്പോഴേ അറിയാം നമുക്ക് 3ൻ്റെ വരും എന്നല്ലേ. എത്ര? 9 3 27 ബൈ 12 3 36 അല്ലേ. ഒരേപോലെ വന്ന ടേബിളിനെ നമ്മൾ വെട്ടി. പിന്നെ ആരുണ്ട് അവിടെ? 9/12 ഉണ്ട്. ഇതിനെ വീണ്ടും വെട്ടരുതോ നിങ്ങളെ 3 വെച്ച് ഇല്ലേ. എങ്ങനെയാ? 3 × 3 9, 3 × 4 12. അപ്പോൾ ഒരേപോലെയുള്ളതിനെ വെട്ടി. ബാക്കി ഇവിടെ ആരുണ്ട്? 3/4. നമുക്കതാണോ കിട്ടിയത്? ആണ്ടേ 3/4 കേട്ടോ. ഏത് രീതി വേണം എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെയുള്ള കണക്കുകളെ. കാരണം 3ൻ്റെ കൂടെ എത്ര ഇൻറ്റു ചെയ്താൽ 12 വരും? 4 വരും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പം ഇതാ അല്ലേ. ഇല്ലയോ നിങ്ങളെ? ഇത്രയും വലിയ ഇതൊക്കെ വരുമ്പോൾ, അതായത് കാണുമ്പോഴേ അറിയാം 3ൻ്റെ കൂടെ എത്ര ഇൻറ്റു ചെയ്താൽ 14 അല്ലേ. അപ്പോൾ ആ 4 വെച്ച് ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി ഇല്ലേ. വലിയ വലിയ സംഖ്യകളൊക്കെയാ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ ആപ്റ്റായിട്ടെന്ന് വെച്ചാൽ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ആ രീതി ചെയ്താൽ മതി. ഓക്കെ ആണോ നിങ്ങളെ? നിങ്ങൾക്ക് ഏത് രീതിയാണോ മനസ്സിലാവും. ഒരു ചെറിയ ഒരെണ്ണം കൂടെ ഞാൻ തരാം. ഇപ്പോൾ 2/3 പ്ലസ് പിന്നെ 1/4 ഇങ്ങനെയൊക്കെ അടുത്തടുത്ത സംഖ്യകളെന്ന് ഓർത്താൽ മതി കുഞ്ഞുങ്ങളെ. അടുത്തടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മുമ്പ് നമ്മൾ പറഞ്ഞ രീതി വെച്ച് ഏതായിരുന്നു? അതെ 3 ഉം 2 2 കഴിഞ്ഞാൽ പിന്നെ 3 അല്ലെ. അടുത്തടുത്ത സംഖ്യകൾ തങ്ങളിൽ നമുക്കൊരിക്കലും ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം 2ൻ്റെ കൂടെ എത്ര ഇൻറ്റു ചെയ്താൽ 3 വരുമോ? വരത്തില്ല. ആ ഒരു ക്ലൂ ഓർത്ത് വെച്ച് അങ്ങ് ചെയ്താൽ മതി കേട്ടോ. അടുത്തടുത്ത് 5 ഉം 6 ഉം 8 ഉം 9 അങ്ങനെ അടുത്തടുത്ത സംഖ്യകൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്പിൾ തന്നെ ചെയ്യണം കേട്ടോ. ഇവിടെ നോക്കി, അടുത്തടുത്ത സംഖ്യയല്ലേ വന്നത്. ചെറിയ സംഖ്യയുടെ വലിയ സംഖ്യ നമുക്ക് ഇൻറ്റു ചെയ്യാൻ പറ്റുമോ? മീൻസ് 3 ഉം 4 ഉം ചെയ്യാൻ പറ്റുമോ കുഞ്ഞുങ്ങളെ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്പിൾ. ഓരോ ടീച്ചറും ഓരോ രീതിയായിരിക്കും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ലിങ്ക് കാണുമോ, അല്ലെങ്കിൽ വേറെ ട്യൂഷൻ്റെ അവിടെയോ സ്കൂളിലോ ഒക്കെ ഏത് രീതിയിലാണ് പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് ഏതാണ് മനസ്സിലാവുന്നത്? കാരണം നമുക്ക് ആൻസർ കിട്ടിയാൽ മതി കേട്ടോ. ആ രീതി ചെയ്താൽ മതി. ഇവിടെ നോക്കൂ നിങ്ങളെ, 2 × 4 അല്ലേ, 2നെ 4 കൊണ്ട് ചെയ്യുക. ഇൻറ്റു അടിച്ചാൽ അത് ഇൻറ്റു അല്ലേ, പ്ലസ് 1 × 3. ഇതെനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഇതായിരിക്കും കുറച്ചിട്ട്. 3 × 4 താഴെ കിടക്കുന്നതിനെ അതുപോലെ ഇൻറ്റു ചെയ്യുക. മറ്റേത് ക്രോസ് അടിക്കുക. 2 × 4 8 പ്ലസ് 1 × 3 3 ബൈ 3 × 4 12. ഓക്കെ, 8 3 എത്ര നിങ്ങളെ? 9 11 അല്ലേ. 11/12. ഇത് ഓക്കെ. അടുത്തടുത്ത സംഖ്യ അതിനെ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഇത്രയും ഓക്കെ ആണോ നിങ്ങളെ? രണ്ടാമത്തെ പാർട്ട് ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. നിങ്ങളിനിയും കമൻറ്റും ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാം. ആരൊക്കെ ചെയ്യുമെന്നറിയാം. 1/2 പ്ലസ് 2/8 ഇതൊരു ഹോംവർക്കായിട്ടിരിക്കട്ടെ കുഞ്ഞുങ്ങളെ. നോക്കട്ടെ ആരൊക്കെ ഹോംവർക്ക് ആരൊക്കെ ചെയ്യുന്നത് നോക്കട്ടെ. എൻ്റെ പിള്ളേർ ആരൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ കമൻറ്റ് പറയണേ കുഞ്ഞുങ്ങളെ. സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഇതെല്ലാം വേണം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ. അപ്പോൾ താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം.